ഏതായാലും പരാജയപ്പെടുന്നതിന് മുമ്പ് മേയർ കോഴിക്കോട്ടേക്ക് തിരിച്ചത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിലാണ് 5 വർഷത്തെ ഭരണമുണ്ടായിരിക്കുന്നത്. ഇനി കോഴിക്കോട് സ്ഥിരതാമസമാക്കാം, അല്ലേ മുരളി? കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ തിരുവനന്തപുരത്തേക്ക് വരാൻ ജനങ്ങൾ സമ്മതിക്കില്ല. കാരണം അത്രയും വലിയ ദുർഭരണമാണ് ഇവിടെ നടന്നത്. ആ പ്രഖ്യാപനം ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെങ്കിലും ഞാൻ ഒഴിഞ്ഞു പോയാലെങ്കിലും 10 വോട്ട് LDFന് കിട്ടുമോ എന്നുള്ള ചിന്തയാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. അതെ, പാർട്ടി മത്സരിക്കാൻ പോലും സീറ്റ് കൊടുത്തില്ല. കാരണം എന്താണ്? അവർക്കറിയാം ഈ 5 വർഷത്തെ ഭരണം എത്രമാത്രം ദുർഭരണമായിരുന്നു എന്നുള്ളത്. ജനങ്ങൾക്ക് എന്ത് ചെയ്തു? ഞങ്ങളൊക്കെ എനിക്കിവിടെ ഒട്ടില്ലെങ്കിലും തിരുവനന്തപുരം നഗരിയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ശിവകുമാർ MLA ആയിരുന്ന കാലത്ത് നിർമ്മിച്ച റോഡുകളാണ് ഞങ്ങളുടെ ആ ഭാഗത്തുള്ളതെല്ലാം. അതിനുശേഷം ഒരു റോഡ് ആരും നിർമ്മിച്ചിട്ടില്ല. സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ നിർമ്മിക്കാൻ കോർപ്പറേഷൻ മുന്നോട്ട് വരാറില്ല. വിളക്കുകൾ കത്താറില്ല. തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ്. ഈ നഗരത്തിൽ കോടിക്കണക്കിന് രൂപ നഗരവികസനത്തിന് വേണ്ടി ലഭിച്ചതാണ്. എന്ത് ചെയ്തു? എന്ത് വികസനമുണ്ടായി? തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും ജനങ്ങൾ അനുഭവിക്കുന്ന തീരാത്ത വേദനകളും മനസ്സിലാക്കാൻ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടോ? തീരപ്രദേശത്ത് പോയാൽ എന്തെങ്കിലും വികസനമുണ്ടോ? കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ പ്രയാസപ്പെടുന്നത് കാണാൻ ആളുണ്ടോ? തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടുമ്പോൾ അതൊന്ന് എടുത്തു മാറ്റാൻ പോലും കോർപ്പറേഷനിലെ ആളുകൾ വരാറില്ല. ഫോൺ ചെയ്താൽ പോലും ആരും വരാറില്ല. എത്ര ദയനീയമായ അവസ്ഥയാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത് നമ്മൾ ആലോചിക്കണം. ഇന്ത്യയിലെ തലസ്ഥാന നഗരികൾ നിങ്ങൾ നോക്കിയാൽ എല്ലാ തലസ്ഥാന നഗരിയിലും എന്തെല്ലാം മാറ്റങ്ങളാണ്. 50 വർഷത്തിന് മുമ്പുള്ള തിരുവനന്തപുരമല്ലേ ഇപ്പോഴുമുള്ളത്? എന്തെങ്കിലും മാറ്റം ഇവിടെ ഉണ്ടായോ? അപ്പോൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇവരെങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകണം. പ്രിയപ്പെട്ട തിരുവനന്തപുരത്തുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരവസരമാണ്. 4 പതിറ്റാണ്ട് കാലം തിരുവനന്തപുരം ഭരിച്ചു മുടിച്ച അഴിമതിയുടെ കൂമ്പാരമായി മാറിയ, അഴിമതിയിൽ സ്വതന്ത്രപക്ഷപാതവും നടത്തിയ ഈ കോർപ്പറേഷനിലേക്ക് ഇനിയും ഇടതു മുന്നണിക്കും BJPക്കും വരാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പലയിടത്തും BJPയുമായി ഒരുമിച്ച് നിൽക്കുന്നു. ഒരു മുൻ മന്ത്രിയെ പറ്റി കഴിഞ്ഞ ദിവസം CPMന്റെ കൗൺസിലർ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇദ്ദേഹം BJPക്കാരനാണ്. BJP യഥാർത്ഥത്തിൽ BJPക്കാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ആരാണ് BJPയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്? കേരളത്തിൽ ഭരണം ഉറപ്പിക്കാൻ BJPയുമായി കൈകോർത്ത് പിടിക്കുന്നവരാണ് ഇവർ. BJP അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നവരാണിവർ. ഇവർക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മുടേത്. കഴിഞ്ഞ 5 വർഷം BJP പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ എന്ത് ചെയ്തു? അവർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരും ഭരണകക്ഷിയുമായി സൗഹൃദത്തിലായിരുന്നില്ലേ? യോജിപ്പായിരുന്നില്ലേ? കത്ത മുതൽ പരസ്പര സഹകരണത്തോടെ വിധിക്കുകയായിരുന്നില്ലേ ചെയ്തത്? അപ്പോൾ കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് ഈ 2 കൂട്ടരെയും പരാജയപ്പെടുത്തി ഐക്യജനാധിപത്യ മുന്നണി വരണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മിടുമിടുക്കരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്.